إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ബഹുമാന്യരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരീ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ റമദാനിലെ സൗഭാഗ്യം, ഈമാനോടുകൂടി അമലു സ്വാലിഹാത്തുകൾ, റമദാനിൽ പ്രത്യേകം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയിൽ അതിൻ്റെ രാപ്പകലുകളെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ അനുഭൂതികൾ എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. മനുഷ്യരായ നമ്മൾ മരണശേഷമുള്ള പാരത്രിക ലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്വർഗം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച
അനുഭൂതികളും സുഖങ്ങളും സൗകര്യങ്ങളും ആനന്ദങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ സ്വർഗത്തെക്കുറിച്ച് അറഫഹ ലഹും എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കൊതിപ്പിക്കുന്നുണ്ട്. നരകം പറഞ്ഞാൽ ഖുർആനിൻ്റെ ഒരു ശൈലി, ആ നരകവും അതിൻ്റെ ഭയാനകതയും അദാബുമൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഉടനെ തന്നെ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ് അള്ളാഹു കൊതിപ്പിക്കും. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളം ഈ വിഷയത്തിൽ നമുക്ക് വിശദീകരണങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന പല ഭാഗങ്ങളും നിങ്ങൾ അറിയുന്നതാണ്. ഈ റമദാനിൻ്റെ അവസാന സന്ദർഭത്തിൽ ധാരാളമായി അള്ളാഹുവോട് അഫ്വ് ചോദിക്കുന്ന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, അള്ളാഹുവെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അത് നീ ഇഷ്ടപ്പെടുന്നു, എന്നോട് വിട്ടുവീഴ്ച കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ തേടാൻ വേണ്ടി പറഞ്ഞ ആ കാര്യം തേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിട്ടുവീഴ്ച ചോദിക്കുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണ്. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുകയും നരകത്തിലേക്ക് പ്രവേശനം ചോദിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഒരാൾ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ, ഞാനത് ചോദിക്കുകയാണ് എന്ന് 3 പ്രാവശ്യം ഒരാൾ സ്വർഗം കൊതിച്ച് ചോദിച്ചാൽ ആ സ്വർഗം പറയും, അല്ലാഹുവേ ഇവനെ സ്വർഗത്തിലേക്ക് എന്നിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന്. ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് ഒരു ദിവസം ഒരാൾ 3 പ്രാവശ്യം ചുരുങ്ങിയത് അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, നരകത്തിലിടാതെ രക്ഷിക്കണേ എന്ന് അല്ലാഹുവോട് നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുകയാണെങ്കിൽ ആ നരകം പറയും, റബ്ബേ ഇവനെ ഇവളെ എന്നിലേക്കിടരുതേ എന്ന്. പക്ഷെ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥനകൾ നടത്താൻ, റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാവുണ്ടോ എന്നതാണ് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടത്. മരിച്ച് ബർസഖിൽ പോയി മഹ്ശറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സമ്മേളിപ്പിച്ച് കിതാബ് തരലും മീസാനിൽ തൂക്കലും ഹിസാബുമൊക്കെ കഴിഞ്ഞ് സിറാത്ത് കടന്ന് കന്തറയും കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മെ പ്രവേശിപ്പിക്കും. ആ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ ദാറുസ്സലാം, ദാറുൽ ഖുൽദ്, ദാറുൽ മുഖാം, ജന്നാത്തുൽ മഅ്വാ, ജന്നാത്തു അദ്ൻ, ദാറുൽ ഹയവാൻ, അൽ ഫിർദൗസ്, ജന്നാത്തുൻ നഈം, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത പേരുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച അതിമഹത്തായ സ്വർഗം, സമാധാനത്തിൻ്റെ ഭവനം, സ്ഥിരതാമസത്തിൻ്റെ വീട്, അതുപോലെ തന്നെ സുഖത്തോടെ ജീവിക്കാൻ പറ്റിയ ഇടം, ശരിയായ മടക്കി ചെല്ലുന്ന സ്ഥാനം അല്ലെങ്കിൽ അഭയകേന്ദ്രം, അദിൻ തോട്ടം, ദാറുൽ ഹയവാൻ ശരിയായ ജീവിതം, അതുപോലെ തന്നെ ഫിർദൗസ് ഏറ്റവും ഉന്നതിയിലും. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുകയും ചെയ്ത സ്വർഗം. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന വിശാലമായ സ്വർഗം. ആ സ്വർഗത്തിലേക്ക്
സ്വർഗീയ ആളുകൾ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ച് കൂട്ടം കൂട്ടമായി പ്രവേശിക്കുമെന്നാണ്. വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറാ. മുത്തഖീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവൾ വളരെ സ്നേഹത്തിൽ കൈകോർത്ത് പിടിച്ചിങ്ങനെ ആഹ്ലാദത്തോടെ ആവേശത്തോടെ ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഓരോ ഉമ്മത്തുകളിൽ നിന്നും സ്വർഗത്തിലേക്ക് പോവേണ്ടവർ കൈകോർത്ത് പിടിച്ച് കൂട്ടം കൂട്ടമായി വഫ്ദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംഘം, അവൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ടീമിനെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അഹ്ലു തഖ്വയാണവർ, അഹ്ലുൽ ഈമാനാണവർ. വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഹാദാ ദിക്ർ വഇന്ന ലിൽമുത്തഖീന ലഹുസ്ന മആബ് ജന്നാത്തി അദ്നിൻ ഫത്തഹത ലഹുമുൽ അബ്വാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത്, ആ സ്വർഗീയ തോപ്പിൻ്റെ പ്രത്യേകത അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടതായിരിക്കും. അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട കവാടങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ടുപോകും. 8 കവാടങ്ങൾ നമുക്കറിയാം. ആ 8 കവാടങ്ങളിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാനാണ് റമദാനിലെ നോമ്പിലൂടെ നമ്മൾ ഓരോരുത്തരും കൊതിക്കുന്നത്. അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്ന ആ കവാടത്തിലൂടെ പ്രവേശിപ്പിക്കുമ്പോൾ ഒരു കവാടത്തിൻ്റെ വിശാലത തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് മസീറത്തു 40 ആം. അതിവേഗം സഞ്ചരിക്കുന്ന സഞ്ചാരികൾ 40 വർഷം സഞ്ചരിച്ചെത്താലെത്തുന്ന ദൂരം എത്രയാണോ അത്ര വിശാലമാണ് ഒരു ബാബ്. അതിലൂടെ കൈകോർത്ത് കൂട്ടം കൂട്ടമായി ഇങ്ങനെ അള്ളാഹു പ്രവേശിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതിലേക്ക് കടക്കാനുള്ള തിടുക്കം കാരണം അവരുടെ ഷോൾഡറുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ടാകുമെന്ന്. എന്തൊരാനന്ദമായിരിക്കും! നാം വിശ്വസിക്കുന്ന, നാം പ്രതീക്ഷിക്കുന്ന റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തി നമുക്ക് വിശദീകരിച്ചു തന്ന ആ സ്വർഗത്തെ അറിഞ്ഞ് കൊതിച്ച് അതിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ റമദാനിൽ പരമാവധി നമ്മൾ പാകപ്പെടുന്നുണ്ട്. തുടർന്നും നമുക്കതിന് സാധിക്കണം. ആ സ്വർഗം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്ളലായ ആളുകളെ കൊണ്ടുപോകും. നമുക്കറിയാം, ആ സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശനം ലഭിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൻ്റെ കവാടം കൊട്ടുമ്പോൾ ആരാണെന്ന് ചോദിക്കും. ഞാൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്. അപ്പോൾ വഹി നൽകപ്പെട്ട നബിയല്ലേ? അതെ. നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ആദ്യമായി ഇത് തുറക്കാൻ ഞങ്ങളോട് കൽപ്പനയുള്ളത് എന്ന് പറഞ്ഞ് ആ സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഓരോ പ്രവാചകന്മാരും, അമ്പിയാക്കൾ, മുർസലീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കും. ഈ ഉമ്മത്താണ് ആദ്യം, നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയാണ് ആദ്യം പ്രവേശിക്കുന്നത്. പിന്നീട് ഈ ഉമ്മത്തിൽ നിന്ന് സ്വഹാബിമാരാണ്. സ്വഹാബിമാരിൽ അവരുടെ ദറജകൾ നമുക്കറിയാം. ആ കാറ്റഗറി അനുസരിച്ച്, സ്ഥാനങ്ങളനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തിനരിയിൽ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവെ രക്ഷപ്പെടുത്ത്, ഇവനെ രക്ഷപ്പെടുത്ത്. എന്തിനാണ് രക്ഷപ്പെടുത്തുന്നത്? ഈ പാലം കടന്നു വേണം സ്വർഗത്തിലേക്കെത്താൻ. ആ രീതിയിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തും ഈമാനിൻ്റെ അഹ്ലുകാർ, മുത്തഖീങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സ്വഹാബിമാരുടെ ദറജ, ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തവർ,
ബദറിൽ പങ്കെടുത്തവർ, ഇങ്ങനെ ഓരോ കാറ്റഗറി സ്വഹാബികൾക്കിടയിലുണ്ട്. മുഹാജിറുകൾ, അൻസാറുകൾ, അവരിൽ തന്നെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പദവി നൽകിയവർ, വിശദീകരിക്കേണ്ടത് ആവശ്യമില്ല. ഒരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിലേക്ക് ആനയിക്കും. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം. അവർ മാത്രമല്ല, ആ സുഖാനുഭൂതിയുടെ തോട്ടത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അവരുടെ ഉപ്പമാരിൽ നിന്ന് ആരൊക്കെയാണോ ഈമാനോടുകൂടി അമൽ സ്വാലിഹാത്തുകളുമായി കടന്നു വന്നത്, അവരും അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാപ്പമാർ, നേർക്ക് നേരെയുള്ള വാപ്പമാർ. അവരുടെ ഉപ്പമാർ അജ്ദാദുകൾ അതിൽ പെടുമെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്, വല്ലിപ്പമാർ. അവരെയെല്ലാം സ്വാലിഹീങ്ങളാണെങ്കിൽ കൈകോർത്ത് പിടിച്ച് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എല്ലാവർക്കും ഒരേ പ്രായമാണ്, 30 33 പ്രായം. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ വലിയ ആളുകളെ വലിയ മയ്യത്ത് കെട്ടിലാണ് ജനാസ കൊണ്ടുപോയത്. മയ്യത്ത് വലുപ്പമുണ്ട്. പേരക്കുട്ടിയെ ചെറിയ മയ്യത്ത് കെട്ടിലാണ് കൊണ്ടുപോയത്. ജനാസ ചെറുതാണ്, ഖബർ ചെറുതാണ്, മറ്റേത് ഖബർ വലുതാണ്. പക്ഷെ ഈമാനും അമൽ സ്വാലിഹാത്തുകളുണ്ടോ, അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടോ, ഒരേ പ്രായം. മക്കൾക്ക് ഒരേ പ്രായം, മാതാപിതാക്കൾക്ക് ഒരേ പ്രായം, വല്ലിപ്പമാർക്ക് ഒരേ പ്രായം. അങ്ങനെ യുവത്വത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും കൈകോർത്ത് പിടിച്ചിങ്ങനെ സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോവാൻ കഴിയുന്ന അതിമഹത്തായ ആനന്ദം. ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅബ്നാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അവരുടെ ഉപ്പമാര് മാത്രമല്ല, അവരുടെ ഭാര്യമാര്, ഇണകളുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്. അവരെയെല്ലാം ഈമാനിൻ്റെയും തഖ്വയുടെയും അഹ്ലുകാരാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ട്. വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. എല്ലാ കവാടങ്ങളിലും അള്ളാഹു ഏൽപ്പിച്ച സ്വർഗത്തിൻ്റെ ഖാസിനുകളുണ്ടല്ലോ, ആ മലക്കുകൾ ഇങ്ങനെ അവരെ സലാം പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ക്ഷമയോടെ ജീവിച്ചില്ലേ. ദുനിയാവിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഷിർക്കിൻ്റെ കുഫറിൻ്റെ അഹ്ലുകാർക്കിടയിൽ തൗഹീദോടെ ജീവിക്കണമെങ്കിൽ ക്ഷമ വേണം. അതുപോലെ തന്നെ നമസ്കരിക്കാൻ ക്ഷമ വേണം, നോമ്പിന് ക്ഷമ വേണം, സ്വതക്കകൾക്കും സക്കാത്തിനും നല്ല ക്ഷമ വേണം. അള്ളാഹനെ അനുസരിച്ച് ജീവിക്കാൻ നല്ല സ്വബർ ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ സ്വബർ ആവശ്യമാണ്. സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ആ സ്വർഗം ഈ സ്വബറിന് കിട്ടുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ച് സ്വർഗത്തിലേക്ക് മരണശേഷം അള്ളാഹു കൊണ്ടുപോകുമ്പോൾ മലക്കുകൾ എല്ലാ കവാടങ്ങളിലും നിന്നുകൊണ്ട് പറയുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സ്വബർതും. നിങ്ങൾ ക്ഷമയോടെ ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. ഫനിഅമ ഉഖ്ബദ്ദാർ. അപ്പോൾ എത്ര നല്ല മടക്കി അള്ളാഹു തിരിച്ചു വിളിക്കുന്ന, മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം, എത്ര നല്ല മടക്കമാണ് നിങ്ങൾക്ക്. ഈ ആശീർവാദത്തോടുകൂടി സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ട് നമസ്കാരക്കാരെ, നോമ്പുകാരെ, സ്വതക്കക്കാരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളുകളെ, അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള സ്വബറോടെ ജീവിച്ച ആളുകളുണ്ടോ അവരെല്ലാം മുഅ്മിനീങ്ങളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ സ്വർഗത്തിലേക്ക് കവാടത്തിലൂടെ കടന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. ആ സ്വർഗീയ മണ്ണിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു അവസരം നൽകി കഴിഞ്ഞാൽ അള്ളാഹു അവൻക്ക് അവിടെ നൽകുന്ന, അള്ളാഹു അവൻക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി നൽകുന്ന അധികാരം, ആ സ്വർഗത്തിൻ്റെതായ മണ്ണ് ഓരോ സ്ഥലം ഓരോരുത്തർക്ക് നിയമിച്ചു കൊടുക്കുന്നത്, അധികാരപ്പെടുത്തി കൊടുക്കുന്നത്
കണ്ട് കണ്ട് ആനന്ദിച്ച് അവരങ്ങേയറ്റം സന്തോഷത്തിലായിരിക്കും. ഹദീസുകളിൽ കാണാം, ഫുഖറാഉകൾ പാവപ്പെട്ടവർ അഗ്നിയാകളെക്കാൾ ധനാഢ്യന്മാരുടെ മുമ്പിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. കാരണം എന്താ? അവർക്ക് ഹിസാബ് കുറവാണ്. കിട്ടിയതേറ്റിങ്ങനെ ജീവിക്കാൻ ഇടങ്ങറാണ്, പ്രയാസാണ്. അവിടുന്ന് തിരിച്ച് ഇവിടുന്ന് തിരിച്ച് അങ്ങനെ അങ്ങനെ ഇടങ്ങറായി ഞെരുങ്ങി ജീവിച്ചവരാണ്. അവർക്ക് വേഗം കടക്കാം. എന്നാൽ സാമ്പത്തികമായി അള്ളാഹു കൊടുത്ത് പരീക്ഷിക്കുന്ന ആളുകൾ, അവർ സമ്പാദിച്ചു കൂട്ടിയതും ചെലവഴിച്ചതും ഒരുപാട് ഹിസാബുണ്ടാകും. അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാനില്ല, കാഷ്ടിക്കാനില്ല, വിയർപ്പില്ല. ഈ ദുനിയാവിലെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയുണ്ടോ അതൊന്നുമില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നീളത്തിൽ 33 വയസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. യുവത്വമാണ്, യൗവനമാണ്. എല്ലാവരും പരസ്പരം ഹുബിലാണ്, സ്നേഹത്തിലാണ്, പകയില്ല. ദുനിയാവിൽ ഇഷ്ടമൊക്കെ നമുക്ക് അങ്ങോട്ടുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം എന്നാൽ നമ്മൾ ചിരിക്കും. പക്ഷെ ഉള്ളിൽ ഞാൻ ശരിയായി തരാം ഉള്ളിലുണ്ട്. പക്ഷെ സ്വർഗത്തിൽ അതില്ല, പകയില്ല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. കാരണം ഈ ഖന്തറയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഹൃദയത്തിലുള്ള പകകളെയും കുടിപ്പകകളെയും മോശപ്പെട്ട എല്ലാ സ്വഭാവങ്ങളെയും അല്ലാഹു എടുത്തു നീക്കി ശുദ്ധീകരിക്കുന്നുണ്ട്. എന്നിട്ടേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ആ സ്വർഗത്തിലെ മരമതാ ദൂരെന്ന് കാണുകയാണ്. അതിൻ്റെ പേരിൽ നിന്ന് 2 നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹദീസിൽ കാണാം. ആദ്യം ഒന്നിൽ നിന്നും കുടിപ്പിക്കുകയാണ്. ആ 2 നദികളിൽ നിന്ന് ഒന്നിൽ നിന്ന് കുടിപ്പിക്കുകയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇടങ്ങറുകളോ ബുദ്ധിമുട്ടുകളോ അവർക്കില്ല, എല്ലാം തീരുകയാണ്. രണ്ടാമത്തെ നദിയിൽ നിന്ന്, അരുവിയിൽ നിന്ന് കുടിച്ചാൽ സ്വർഗത്തിൻ്റെ നഈമുകൾ അനുഭവിച്ചു തുടങ്ങുകയായി. ആ സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ, ആ കാവൽക്കാരനെ കാണുമ്പോൾ യഖൂലൂന സലാമുൻ അലൈക്കും തിബുത്തുൻ, നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചതുകൊണ്ട്. സ്വർഗത്തിൻ്റെ വാതിൽക്കലുള്ള മലക്കുകൾ പറഞ്ഞു, സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്വർഗം പ്രവേശിച്ചോളൂ. സ്വർഗത്തിലേക്ക് കടന്ന് അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ പറയുന്നു, സലാമുൻ അലൈക്കും തിബുത്തുൻ ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചതുകൊണ്ട്, പുണ്യാളന്മാരായതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് പ്രവേശിച്ചോളൂ. സ്ഥിരമായ താമസമാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരില്ല. ദുനിയാവിലെ ഏത് വീടും നമ്മൾ വലിയ പൈസ കൊടുത്ത് നമ്മൾ അധ്വാനിച്ച് നമ്മളൊരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണെന്നൊക്കെ നമ്മൾ അഭിമാനം പറയുന്ന നല്ല സുന്ദരമായ കസേരയിൽ ഇങ്ങനെ ചാരിയിരുന്ന് റാഹത്തായിരിക്കുന്ന നമ്മളെ സ്വന്തം വീടുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വെച്ച് നമ്മൾ പോകും. അവിടെ സ്ഥിരതാമസമില്ല. ഇനി വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിലോ അയാൾക്ക് വാടക കൊടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ മുതലാളിയോട് 1, 2, 3 മാസമൊക്കെ ഇങ്ങനെ ഇളവ് ചോദിക്കാം. 3 മാസം കഴിഞ്ഞിട്ട് കിട്ടില്ല, മുതലാളി പറയും, ഈ എൻ്റെ കുട്ടികളും ചട്ടികളൊക്കെ എടുത്ത് സാധനമൊക്കെ എടുത്ത് പോയിക്കോ, ഞാൻ വേറെ ആളെ നോക്കാം, ഇതെനിക്ക് ശരിയാവില്ല. അപ്പോൾ അയാളുടെ എല്ലാ സംഗതി എടുത്ത് അവിടുന്ന് ഇറങ്ങണം. ശാശ്വതമായി നിൽക്കാൻ പറ്റിയ വീടല്ല. ദുനിയാവിലെ ഇടങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു സുനാമി വന്നാൽ, ഒരു ശക്തമായ കാറ്റടിച്ചാൽ, ഒരു പ്രകമ്പനം ഭൂകമ്പമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി വേറെ ഉണ്ടാക്കേണ്ടി വരും. ശാശ്വതമായ വീടില്ല. എന്നാൽ സ്ഥിരതാമസം, സമാധാനമുള്ള ഇടം, അത് സ്വർഗം മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ സ്വർഗത്തിൽ സ്ഥിരമായി താമസിക്കാമെന്ന് അതിൻ്റെ അനുഭൂതി ആരംഭിക്കുമ്പോൾ മലക്കുകൾ സത്യവിശ്വാസികളോട്, മുത്തഖീങ്ങളോട് പറയുകയാണ്, സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ 5 നേരം നമ്മൾ നമസ്കരിക്കുമ്പോൾ, അതുപോലെ തന്നെ രാത്രി നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാതാപിതാക്കൾക്ക് നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ, അള്ളാഹിൻ്റെ മാർഗത്തിൽ അറിവുകൾ നമ്മൾ ശേഖരിക്കുമ്പോൾ, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചേർക്കുമ്പോൾ, അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ
നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ നീയത്തുള്ളത്, ഈ സ്വർഗമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്, ശാശ്വതമായ സ്വർഗം നമുക്ക് അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ട് അതിനുള്ള പ്രതിഫലം ഇതാ, പ്രവേശിച്ചോളൂ, സ്ഥിരമായി നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ എന്ന് പറയും. സ്വീകരിക്കാൻ വിൽദാനുകൾ കാത്തിരിക്കുന്നുണ്ടാകും. വിൽദാൻ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിച്ച് നമ്മെ കാത്തിരിക്കും, സ്വീകരിക്കും. അവരതാ നമ്മുടെ ഇണകളിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ആ സന്ദർഭത്തിൽ ഇണകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ബി അന്ന ഫുലാൻ ഖദ് ജാ. ഞാൻ കാത്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാണോ അള്ളാഹു തയ്യാറാക്കി വെച്ചത് ആ ഇണയെ, ആ ഇണ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതാ ഇന്ന ആൾ, ഞാൻ പ്രതീക്ഷിക്കുന്ന ആളിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇണകൾ നമ്മളെ സ്വീകരിക്കുകയാണ്. ഊർലിങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നിശ്ചയിച്ച ഇണകളും അതുപോലെ തന്നെ ഈ കുട്ടികളും നമ്മെ ആനയിക്കുകയാണ്, നമ്മെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അതാ നമുക്കുള്ള വീട്, മസ്കൻ, സ്വർഗത്തിലെ ഇടം, വീടുകളുണ്ട്, ഹൈമകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, അവിടേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അപ്പോൾ ആ വീട്ടിലേക്ക് അതിൻ്റെ ആനന്ദം ഇങ്ങനെ അനുഭവിക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ സുഖം ഇങ്ങനെ അനുഭവിക്കുമ്പോൾ മനുഷ്യൻ പറയും, അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിച്ച റബ്ബേ, ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ച റബ്ബേ, നിനക്ക് സ്തുതി എന്ന് പറയും. ആ ഹിദായത്ത് നിലനിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് നീ അത് സ്ഥിരമായി നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് നഷ്ടപ്പെടുമായിരുന്നല്ലോ. നമ്മൾ ഓരോ നിസ്കാരത്തിലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറയുന്നുണ്ട്. സഹോദരന്മാരെ, അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും എത്രയാണ്. സ്വർഗത്തിലെത്തിയാൽ ആ സുഖം അനുഭവിക്കുന്ന മനുഷ്യൻ പറയും, അല്ലാഹുവേ നിനക്ക് സ്തുതി, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയത് കൊണ്ടാണല്ലോ. അപ്പം ഹിദായത്ത് വളരെ ഗൗരവമാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞതെന്താ? വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ഖുർആൻ അവതരിച്ചതുമായി ബന്ധപ്പെട്ട് നോമ്പ് നോൽക്കാൻ പറഞ്ഞു. റമദാനിലാണ്, അതുകൊണ്ട് നോമ്പ് നോൽക്കും. പിന്നെ അതിൻ്റെ ഇളവുകളും കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ പറഞ്ഞു. പിന്നെ ഖുർആൻ പറയുന്നത് വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ, എണ്ണം എണ്ണി പൂർത്തീകരിച്ച് നോറ്റ് വീട്ടാനും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, റമദാനിൽ നിങ്ങൾക്കൊരു പുതിയ ഹിദായത്ത് അല്ലാഹു തന്ന് അനുഗ്രഹിച്ചു എന്നതിനാൽ അവനെ തക്ബീർ മുഴക്കി നന്ദി കാണിക്കാനും പെരുന്നാൾ ആഘോഷിക്കാനുമാണ് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. അപ്പം റമദാൻ ഈ ഹിദായത്ത് അല്ലാഹു പുതുക്കി തരലാണ്. ആ ഹിദായത്ത് എന്താണ്? സ്വർഗത്തിലേക്കെത്തലാണ്. ആ ഹിദായത്ത് കിട്ടിയ മനുഷ്യൻ സ്വർഗത്തിൽ അനുഭൂതികൾ അനുഭവിക്കുമ്പോൾ റബ്ബിനെ സ്തുതിക്കും. ആ ഹിദായത്ത് ഞങ്ങൾക്ക് തന്നതുകൊണ്ടല്ലേ റബ്ബേ എന്ന് പറയും. അങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ സംഘം സ്വർഗത്തിൽ ആനന്ദം കൊള്ളുമ്പോൾ, ആ സ്വർഗത്തിൻ്റെ മണ്ണ് സഅഫറാനാണ്, അവിടെ മുത്തുകളും പവിഴങ്ങളുമാണ്. അവിടെ സ്വർഗത്തിൽ ചാരിയിരുന്ന് ഓരോ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ ആദ്യത്തെ ഭക്ഷണം എന്താ പ്രിയപ്പെട്ടവരെ? സിയാദത്തു കബ്ദിൽ ഹൂത്ത്, സ്വർഗീയ മത്സ്യത്തിൻ്റെ കരൾ. മത്സ്യത്തിൻ്റെ കരൾ എനിക്കിഷ്ടമല്ല എന്നാരും പറയണ്ട. അത് ദുനിയാവിലെ മത്സ്യം, ദുനിയാവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഒരു കണ്ണും ഇന്നേ വരെ കാണാത്ത, ഒരു കാതും ഇന്നേ വരെ കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെ കൽബിലും ഇന്നേ വരെ രൂപപ്പെടുത്താൻ കഴിയാത്ത വ്യത്യസ്തമായ അനുഭവമാണ് സ്വർഗത്തിൽ. അതുകൊണ്ട് ദുനിയാവിലെ മീനിനെ, മത്സ്യത്തെ, അതിൻ്റെ കരളിനെ ഉപമിക്കരുത്. ആ മത്സ്യത്തിൻ്റെ കരൾ ഒരാൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അതാണ് ആദ്യത്തെ ഭക്ഷണം. അതുപോലെ തന്നെ സ്വർഗത്തിലെ ആദ്യത്തെ പാനീയമോ ഐനൗ ഫീഹാ തുസമ്മാ സൽസബീല, സൽസബീൽ പാനീയമാണ്. മഹാനായ ഉമർ മൗലവിയെ ഓർത്തു പോകുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം സൽസബീൽ. അതിൻ്റെ ആശയം എന്താണ്? ഈ പ്രസിദ്ധീകരണത്തിൽ പറയുന്ന തൗഹീദ് അംഗീകരിച്ചാൽ, ഇത്തിബാഉ സുന്ന അംഗീകരിച്ചാൽ ആ അരുവിയിൽ നിന്ന് കുടിക്കാം എന്ന ആശയമാണ്. എത്രമാത്രം ദീർഘദൃഷ്ടിയാണ്!
ആ സൽസബീലാണ് പ്രിയപ്പെട്ടവരെ ആദ്യമായി നമുക്ക് പാനീയമായി ഉള്ളത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫിൽ ജന്നത്തി 70 സുഹ്ഫ കുല്ലുഹും മിൻ ദഹബ്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണപാനീയമായി നൽകാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള സ്വീകരിക്കുന്ന അവസ്ഥകളിൽ സ്വർഗീയമായ തട്ടുകളായി കൊണ്ട് തന്നെ 70ഓളം ഉണ്ട് എന്നാണ്. യുതാഫു അലൈഹിം ബിസ്വിഹാഫിൻ മിൻ ദഹബിൻ വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അയുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. നമ്മൾക്കിങ്ങനെ ചുറ്റിലും ഇങ്ങനെ എന്താ തിന്നോളി കുടിച്ചോളി എന്ന് പറഞ്ഞ് ആ പാനപാത്രങ്ങളിൽ ആവശ്യമായ തളികകളിൽ നമുക്കിങ്ങനെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസ്. മനുഷ്യൻ്റെ മനസ്സെന്താണോ കൊതിക്കുന്നത് ആ സംഗതി അപ്പോൾ കിട്ടുകയാണ്. വതലദ്ദുൽ അയുൻ. കണ്ണിന് ഭയങ്കര കുളിർമ ലഭിക്കുകയാണ്. വഅൻതും ഫീഹാ ഖാലിദൂൻ. നിങ്ങളതിൽ നിത്യവാസികളാണ്. ദുനിയാവിൽ ഈ റമദാനിലൊക്കെ ഇറങ്ങുന്ന ബത്തൊക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. നമ്മൾ ഫ്രൂട്ട്സായി വാങ്ങുമ്പോൾ നമ്മൾ മുറിച്ചിട്ടൊക്കെ വാങ്ങും. എന്നാലും നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റൊന്നും ചിലപ്പോൾ കിട്ടില്ല. ഇപ്പോൾ ടിഷ്യൂ പേപ്പറായിട്ട് ഇങ്ങനെ വരുതി വെക്കണം എന്നാണ് പറയുന്നത്. അതിൽ ചുവപ്പുണ്ടെങ്കിൽ വിഷമുണ്ട്, മരുന്നടിച്ചിക്കണ്. ദുനിയാവിലെ പലതിനും ന്യൂനതകളുണ്ട്. എന്നാൽ സ്വർഗീയ വിഭവങ്ങൾ ഒന്നും പേടിക്കാനില്ല. എന്താണോ കൊതിക്കുന്നത്, നാം ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഏതാണോ, നാം ഉദ്ദേശിക്കുന്ന പഴമേതാണോ, നാം ഉദ്ദേശിക്കുന്ന ഭക്ഷണമേതാണോ, അത് നമ്മുടെ മനസ്സിൽ കൊതിക്കുമ്പോൾ ലഭിക്കുകയാണ്. നമുക്ക് ചുറ്റിലും ഇങ്ങനെ അതുമായി നടക്കുകയാണ്, സേവനം ചെയ്യുകയാണ്. അവൻ്റെ കണ്ണ് കുളിർക്കും, എല്ലാ പൂതിയും അടയുമെന്നാണ്. വഅൻതും ഫീഹാ ഖാലിദൂൻ. അത് ഒരട്ടം തന്ന് പിന്നെ വിടുകയല്ല, സ്ഥിരമായി അതിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്താഅൻ ഗൈറ മജ്ദൂദ്. മുറിഞ്ഞു പോവാത്ത കിട്ടിക്കൊണ്ടേയിരിക്കുന്ന പ്രതിഫലമാണ് സ്വർഗം. ആ സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കൊതിച്ച് പ്രവർത്തിക്കുന്നത്. തീർന്നില്ല, ആ സ്വർഗത്തിൽ ഇങ്ങനെ പക്ഷികൾ പാറി നടക്കുന്നു. വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. ഇഷ്ടമുള്ള പിടിക്കാം, ആ പക്ഷിയുടെ മാംസം നമുക്ക് കഴിക്കാം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ പഴങ്ങളും ഏതാണോ കൊതിക്കുന്നത് അത് അവർക്ക് കിട്ടുകയാണ്. യതനാസഊന ഫീഹാ കഅസൻ ലാ ലഹും ഫീഹാ വലാ തഅസീം. കോപ്പകളിൽ അവർക്കതാ പാനീയങ്ങൾ വേറെയും. അങ്ങനെ കുടിച്ച് ഭക്ഷിച്ച് കൊതിച്ചതെല്ലാം ലഭിച്ച് ഇങ്ങനെ ആനന്ദത്തോടു കൂടി അവർ കഴിച്ചു കൂട്ടുകയാണ്. അവർക്കതാ ഖംറ് ലഭിക്കുന്നുണ്ട് കോപ്പകളിൽ. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലഹരിയല്ല, മസ്തുണ്ടാക്കുന്ന, അതുപോലെ തന്നെ വേണ്ടാത്ത സംസാരങ്ങളോ വേണ്ടാത്ത വാക്കുകളോ വേണ്ടാത്ത പ്രവൃത്തികളോ ഉണ്ടാക്കുന്ന ഖംറല്ല. കുടിക്കുന്നവർക്ക് ആനന്ദമാണ്, എന്നാൽ മസ്ത് പിടിക്കുന്ന രീതിയല്ല. ആ രീതിയിലുള്ള ഖംറുകൾ അവർക്ക് ലഭിക്കുന്നു. സ്വർഗത്തിലെ മരങ്ങളോ, സിദ്ർ പോലുള്ള മരം, ആ മരത്തിൻ്റെ ഇലകളെക്കുറിച്ചും അതിൻ്റെ പഴങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് അതിലെ പഴങ്ങൾ 72ഓളം വ്യത്യസ്ത നിറങ്ങളിലുണ്ട് എന്നാണ്. 72ഓളം വ്യത്യസ്ത നിറങ്ങളിൽ ഫ്രൂട്ട്സുകൾ. ദുനിയാവിൽ ഒരിക്കലും കാണാത്ത തികച്ചും വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ. വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ലൂദ്. വലതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നുണ്ട്, മുത്തഖീങ്ങളാണ്, മുമ്പന്മാരാണ്, സ്വർഗത്തിൽ അള്ളാഹു ആനയിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. അവരാരാന്നറിയോ? അവർക്ക് അള്ളാഹു നൽകുന്നത് സിദ്റിൻ്റെ പഴമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് ഈ മരത്തിൻ്റെ 72 വ്യത്യസ്ത നിറങ്ങളിലുള്ള വ്യത്യസ്ത ടേസ്റ്റുകളിലുള്ള പഴങ്ങളാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ധാരാളം വേറെയും വിശദീകരിക്കുന്നുണ്ട്. അതിലെ തണലോ, ആ മരത്തിൻ്റെ തണലോ, അതിൻ്റെ അരുവികളോ എല്ലാം വ്യത്യസ്തമാണ്, വിചാരിച്ചതുപോലെയല്ല. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ വഫവാകിഹ മിമ്മാ യശ്തഹൂൻ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. മുത്തഖീങ്ങൾ
അവർ അരുവികൾക്കിടയിൽ തണലുകളിൽ അവരിങ്ങനെ സുഖിക്കുകയായിരിക്കും. അവരുദ്ദേശിക്കുന്ന പഴവർഗ്ഗങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുലു വഷ്റബു, നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. ഹനീഅം ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചില്ലേ അതനുസരിച്ച് നിങ്ങളിതാ തിന്നോളൂ, കുടിച്ചോളൂ. അവിടെയതാ പാലിനാലുള്ള നദിയുണ്ട്, തേനിനാലുള്ള നദിയുണ്ട്, ഹംറിനാലുള്ള നദിയുണ്ട്, അതുപോലെ തന്നെ തനിച്ച ശുദ്ധമായ വെള്ളത്താലുള്ള നദിയുണ്ട്. ആ അരുവികളിൽ നിന്നെല്ലാം അവർക്ക് കുടിക്കാം. മസലുൽ ജന്നത്തില്ലത്തി വഉഇദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്ന മിക്ക ആയത്തുകളിലും തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ അരുവികളിൽ നിന്ന് അവർക്ക് കുടിക്കാം. വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറയുകയാണ്. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമുണ്ട്. ഉക്കുലുഹാ ദായിമുൻ വളില്ലുഹാ, അതിലെ വിഭവങ്ങൾ, അവർക്കുള്ള ഭക്ഷണപാനീയങ്ങൾ സ്ഥിരമായി ലഭിക്കുകയാണ്, തണലും സ്ഥിരമായി ലഭിക്കുകയാണ്. തിൽക ഉഖ്ബല്ലദീന തഖൗ വ ഉഖ്ബൽ കാഫിരീനൻ നാർ, മുത്തഖീങ്ങൾക്കുള്ള മടക്കസ്ഥാനം അങ്ങനെയാണ്. എന്നാൽ കാഫിറുകൾക്കോ സത്യനിഷേധികൾക്കോ അവർക്ക് നരകമാണ് കേട്ടോ മടങ്ങിച്ചെല്ലാനുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ മുത്തഖീങ്ങൾക്കുള്ള ആനന്ദം. ഇനിയോ അവർക്ക് സ്ഥിരമായി സന്ദർശനമുണ്ട്. ഉമ്മയെ കാണാം, ഉപ്പയെ കാണാം, സഹോദരങ്ങളെ കാണാം, മക്കളെ കാണാം, ദുനിയാവിലെ സുഹൃത്തുക്കളെ ഒക്കെ അഹ്ലുൽ ഈമാനായിരിക്കണം, അഹ്ലു തഖ്വയായിരിക്കണം. അതാണ് കണ്ടീഷൻ. എങ്കിലെല്ലാവരും സ്വർഗത്തിലെത്തുള്ളൂ. അവരെ അവിടെ വെച്ച് കാണാം. ദുനിയാവിലെ മുഹിബ്ബീങ്ങൾ അവർക്ക് കാണാം. എന്നിട്ടവർ കണ്ട് ദുനിയാവിലെ അവരുടെ പ്രവർത്തനങ്ങൾ അവരിങ്ങനെ അയവിറക്കും. ഞാൻ നിസ്കരിച്ചതുകൊണ്ട് അവിടെ എത്തിയത്, എൻ്റെ നിസ്കാരം അള്ളാഹു കബൂലാക്കി, എൻ്റെ രാത്രി നിസ്കാരം, എൻ്റെ തറാവി നിസ്കാരം, എൻ്റെ ഓത്ത്, എൻ്റെ ഖിയാമുൽ ലൈലി, ഞാൻ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിച്ചത്, ഞാൻ ഇന്ന ചെയ്തിട്ട് തന്നെ, ഞാൻ ഇന്ന കാര്യമാണ് അതിൽ പ്രത്യേകം ചെയ്തത് തന്നെ. ഇങ്ങനെ പരസ്പരം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ആനന്ദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഫഅഖ്ബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അവർ ചിലരിലേക്ക് അഭിമുഖീകരിച്ച് ചെല്ലും. എന്നിട്ട് അവരിങ്ങനെ പരസ്പരം ചോദിക്കും, അവരിങ്ങനെ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചില്ലേ, അതുകൊണ്ട് കിട്ടിയതാണല്ലോ ഇത്. ഫമന്നല്ലാഹു അലൈനാ, അതിനാൽ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. വവഖാനാ അദാബസ്സമൂം, പുകയോടുകൂടി വരുന്ന തീജ്വാലയിൽ നിന്ന്, ആ അദാബിൽ നിന്ന്, നിന്ദ്യമായ ശിക്ഷയിൽ നിന്ന് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തില്ലേ. കാക്കാൻ കാരണം നമ്മുടെ വിശ്വാസവും അമലുകളുമാണ്. അല്ലാഹു പ്രത്യേകം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സത്യവിശ്വാസികൾ പരസ്പരം പറയുക. മഹാനായ കഅബ് ബിൻ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് അല്ലാഹു നിശ്ചയിച്ച ഒരു ഭാഗം, ആ ഭാഗത്തിലൂടെ ദുനിയാവിൽ ഉണ്ടായിരുന്ന ശത്രുക്കളെ അവർക്ക് കാണാം. ദുനിയാവിൽ ദഅവത്ത് നടത്തിയപ്പോൾ അതിനെ നിഷേധിച്ച, അള്ളാഹിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിനോട് ധിക്കാരം സംസാരിച്ച ആ പ്രബോധകനെ, ആ അള്ളാഹ്ക്ക് വേണ്ടി സംസാരിച്ചവനെ പുച്ഛിച്ച, കളവാക്കിയ, പരലോകത്തെ കളവാക്കിയ മനുഷ്യന്മാർ ഓരെങ്ങനെ നരകത്തിൽ ശിക്ഷ എങ്ങനെ അനുഭവിക്കുന്നത് സ്വർഗക്കാരനെങ്ങനെ എത്തി നോക്കാൻ കഴിയുന്നതാണ്. എത്തി നോക്കുമ്പോൾ അവരിങ്ങനെ വെന്തരിയുമ്പോൾ ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ യഖൂലു അഇന്നക ലമിനൽ മുസ്സദ്ദിഖീൻ, എനിക്ക് ഇന്നാലിന്നൊരു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവൻ അവിടെ കാണും. ആ വ്യക്തിയോട് നേരിട്ടിങ്ങനെ പറയാണ്, സത്യപ്പെടുത്തിക്കൂടായിരുന്നില്ലേ, പറയുന്ന കാര്യം വിശ്വസിച്ചുകൂടായിരുന്നില്ലേ, ഈ അദാബിൽ നീ ഭവിച്ചില്ലേ. സൂറത്തു സ്വാഫാത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
അവൻ ചോദിച്ചിരുന്നത് മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണോ മറ്റൊരു ജീവിതം? ഈ ദുനിയാവല്ലേ ഉള്ളൂ, ഇവിടെ അടിച്ചു പൊളിക്കലല്ലാതെ ആരാടോ മരിച്ചിട്ട് തിരിച്ചു വന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ചു. അങ്ങനത്തെ കുറേ മക്കൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഭൗതിക കലാലയങ്ങളിലൊക്കെ പോയാൽ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ പരലോക വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മക്കൾക്ക് അള്ളാഹിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വീണ്ടും പഠിപ്പിച്ചു കൊടുത്ത് കൂടെ കൂട്ടേണ്ടുന്നൊരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. ഈ റമദാൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ കുട്ടികളിങ്ങനെ നടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് തട്ടമിട്ട മുസ്ലിം കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചില ആൾക്കാർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. ആ കുട്ടികളോട് പെട്ടെന്ന് മൈക്ക് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ബെസ്റ്റി എന്നാണ് പറയുന്നത്. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെയാണ് പ്രയോഗിക്കുക. ഇപ്പോൾ ബെസ്റ്റിയാണ്. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തിനും അവകാശമുള്ള ഒരു ആൺ സുഹൃത്താണ്. ആ ബെസ്റ്റിയെക്കുറിച്ച് ചോദിക്കണം. നിൻ്റെ ബെസ്റ്റി നിന്നോട് നിൻ്റെ ശരീരം ആവശ്യപ്പെട്ടാൽ, അഥവാ ഒരു വ്യഭിചാരത്തിന് കൊതിച്ച് അവൻ നിന്നെ വിളിക്കുകയാണെങ്കിൽ എന്താ എൻ്റെ അഭിപ്രായം? അപ്പോൾ തട്ടട്ട മുസ്ലിം പെൺകുട്ടി പറയാ, അപ്പത്തെ മൂടോലിരിക്കും. നഊദു ബില്ലാഹ്. വളരെ ഗൗരവമാണ് വിഷയം. എനിക്ക് എൻ്റെ പിതാവ്, എൻ്റെ വലിയ, ആ വലിയൻ്റെ അടുക്കലേക്ക് ദീനുള്ള സൽസ്വഭാവമുള്ള അള്ളാഹു നിശ്ചയിച്ച ദീനിൻ്റെ നിയമം പാലിച്ച് മഹറുമായി വന്ന് ആ വലിയൻ്റെ സമ്മതത്തോടു കൂടി എന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ അയാൾ എൻ്റെ ഭർത്താവായി. അയാൾക്ക് മാത്രമേ എൻ്റെ ശരീരം കൊടുക്കാൻ പറ്റൂ, അല്ലാത്ത ബന്ധങ്ങളെല്ലാം ഹറാമാണ് എന്ന് പറയേണ്ടുന്ന പെൺകുട്ടി അപ്പത്തെ മൂടോലിരിക്കും എന്ന് പറഞ്ഞാൽ ഓൾക്ക് പറ്റിയ അവസ്ഥയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നേന്ന് പറയുന്നു. അള്ളാഹിനെക്കുറിച്ച് ബോധമുണ്ടോ? പരലോക വിശ്വാസമുണ്ടോ? സ്വർഗം കൊതിക്കുന്നുണ്ടോ? നരകം ഭയപ്പെടുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ദീനിൽ നിന്ന് അകലാൻ ഒരു ചെറിയ നിസ്സാര കാര്യം കിട്ടാൻ വേണ്ടി കാത്തിക്കണം. കാരണം അവരുടെ കലാലയത്തിൽ ഇതിനോട് ഇങ്ങനെ അലർജി അവരുടെ ഹൃദയത്തിലേക്കും കൽബിലേക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസ്ര ഷാക്കിർ എന്ന് പറയുന്നൊരു പെൺകുട്ടി ഒരു മതപഠന ക്ലാസ്സിൽ ഉസ്താദിനോടൊരു സംശയം ചോദിക്കുകയാണ്. എനിക്ക് ഈ ദീനിനോട് വെറുപ്പ് തോന്നുകയാണ്. എന്താ പെൺകുട്ടി പറയാനുള്ള കാരണം? ഓളെ ഉമ്മാമ മരിച്ചു, ഒരു മാസമായി, മരണപ്പെട്ടു. ആ ഉമ്മാമ മരിക്കുന്നതിന് മുമ്പ് ആ ഉമ്മൂമ്മയെ കുളിപ്പിച്ചതും ശുദ്ധീകരിച്ചതും എല്ലാ ഓത്താശകൾ ചെയ്തു കൊടുത്തതും ഞാനും എൻ്റെ ഉമ്മയും ഞങ്ങളൊക്കെയാണ്. പക്ഷെ ആ ഉമ്മാമ മരണപ്പെട്ടപ്പോൾ ഞങ്ങളെ വീട്ടിലെ ചെറിയ പേരക്കുട്ടിയായ ആൺകുട്ടി പോലും മയ്യത്ത് നിസ്കരിച്ചു. എനിക്ക് മെൻസസ് ആയിരുന്നു, എന്നോട് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഉമ്മൂമ്മയെ കുളിപ്പിക്കാനും ശുദ്ധീകരിക്കാനും പറ്റിയ എനിക്ക് എന്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനത്തെ മതമുണ്ടാകുമോ? കണ്ടോ, നിസ്സാരമായ കാര്യങ്ങൾ കണ്ടെത്തി മതത്തോട് വെറുപ്പ് കാണിക്കുന്ന അതിങ്ങനെ ഇട്ടുകൊടുക്കാണ് പലരും. ആ കുട്ടിക്ക് ശുദ്ധിയുള്ള സമയത്ത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാണ്. അത് അള്ളാഹിനോടുള്ള അനുസരണമാണ്. മോളെ, നിനക്ക് പ്രകൃതിപരമായി സ്ത്രീകൾക്ക് അള്ളാഹു ചില ന്യൂനതകൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ആ സമയത്ത് നിസ്കരിക്കാതിരിക്കുക അശുദ്ധിയാണ്, അതുകൊണ്ട് നിസ്കരിക്കാതിരിക്കുക എന്നത് അള്ളാഹിനോടുള്ള ത്വഅത്താണ് മോളെ. അതുകൊണ്ട് വല്യമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, വല്യമ്മക്ക് വേണ്ടി വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ. നിസ്കാരം ആ സമയത്ത് ഇല്ല എന്നേ ഉള്ളൂ, അത് അള്ളാഹിനോടുള്ള അനുസരണം തന്നെയാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ പെണ്ണിനെ ഒതുക്കേണ്ടുന്നതിന് പകരം ആ കുട്ടിക്ക് കിട്ടിയ മറുപടിയും കൃത്യമല്ല. ആ കുട്ടി അസ്വസ്ഥമാണ്. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇത്തരം കാഴ്ചകൾ നമ്മളെ ചിന്തിപ്പിക്കണം. നമ്മുടെ മക്കൾ നാം അറിയാതെ നമ്മുടെ മതത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹിനോടുള്ള ഹുബിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതത്തിൽ നിന്നും സ്വർഗത്തെ കൊതിക്കലിൽ നിന്നും നരകത്തെ ഭയപ്പെടലിൽ നിന്നും നമ്മുടെ മക്കൾ അതൊന്നൊരു വിഷയമാക്കാതെ എന്തെങ്കിലും നിസ്സാര കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്ന സ്വന്തം ചിന്തയിലേക്ക് പാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് സ്വർഗമെന്ന് പറയുന്നത് അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിച്ച ആൾക്കാർക്കുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ചുകൊണ്ട് ഈ നിഷേധിച്ച് പോയിട്ടുള്ള മനുഷ്യന്മാരോട് അവർ നരകത്തിൽ വന്നെറിയുമ്പോൾ ചോദിക്കും, പറഞ്ഞത് വിശ്വസിച്ചുകൂടായിരുന്നില്ലേ? ഖുർആൻ വിശ്വസിച്ചുകൂടായിരുന്നില്ലേ? ഹദീസുകളിൽ പറഞ്ഞത് വിശ്വസിച്ചുകൂടായിരുന്നില്ലേ? നിന്നെ ഉപദേശിച്ചിരുന്നില്ലേ? നന്നായിക്കൂടായിരുന്നില്ലേ? അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചിരുന്നു, ദുനിയാവിൽ വെച്ച് മരണശേഷം വേറൊരു ജീവിതമോ സ്വർഗമോ എന്നൊക്കെ, നരകമോ എന്നൊക്കെ, ഇപ്പോൾ നീ അത് അനുഭവിക്കുന്നില്ലേ എന്ന് ചോദിക്കുമെന്നാണ് ഈ മുഅ്മിൻ കാഫിറിനോട്, നിഷേധിയോട് പറയും. തല്ലാ ഇൻ കിത്ത ലതുർദീൻ വലൗലാ നിഅമതു റബ്ബി ലകുന്തു മിനൽ മുഹ്ളരീൻ.
അള്ളാഹുവാണ് സത്യം. നിന്നെ അംഗീകരിച്ച് നിന്റെ കൂടെ കൂടിയിരുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു, ഈ അദാബിൽ ഞാനും പെടുമായിരുന്നു. വലൗലാ നിഅമത്തു റബ്ബി ലകുന്തു മിനൽ മുഹ്ളരീൻ. എൻ്റെ റബ്ബ് എന്നോട് ചെയ്ത നിഅമത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഈമാൻ കിട്ടി, എനിക്ക് തഖ്വ കിട്ടി, എനിക്ക് ഹിദായത്ത് കിട്ടി. എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചതാണ്. ഇല്ല എങ്കിൽ ഈ നരകത്തിലേക്ക് ഹാജരാക്കപ്പെടുന്നവരിൽ ഞാനും പെട്ടുപോകുമായിരുന്നു എന്ന് ദുനിയാവിലെ ശത്രുവായി ആരാണോ ഉള്ളത് അവരോട് സംസാരിക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇനി അവിടുത്തെ ആണുങ്ങൾക്കോ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടും സ്വർണവുമെല്ലാം നൽകുകയാണ്, ആദരിക്കുകയാണ്, ധരിപ്പിക്കുകയാണ്. ദുനിയാവിൽ അവർക്കത് ഹറാമായിരുന്നു. ആ സ്വർഗത്തിലെ ദഹബിനാലുള്ള സ്വർണത്താലുള്ള വള, ഒറ്റ വള തന്നെ സൂര്യചന്ദ്രനെപ്പോലെ വെട്ടിത്തിളങ്ങും. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിലുള്ള നസീഫ് ഹിമാർ, നേരിയ ആ തട്ടം, ആ തട്ടത്തിൻ്റെ തിളക്കം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുന്നു, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള സർവ്വതിനേക്കാളും ഖൈറാണ് എന്ന്. ഭയങ്കര അലങ്കാരാണ്. ആണിനും പെണ്ണിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആദരിക്കുകയാണ്. 70 വസ്ത്രങ്ങൾ, ഏറ്റവും ഭംഗിയുള്ള 70 ആഭരണങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, സ്വർഗീയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഹുസാഖ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കാലിൻ്റെ ഞരമ്പിൻ്റെ കളർ, പച്ചപ്പുള്ള കളർ ബാക്കിൽ നിന്ന് കാണാം, തിളങ്ങി വരുന്നതാണ്. അത്രയും സൗന്ദര്യത്തെ അള്ളാഹു ഉപമിച്ചതാണത്. അവൾക്ക് ആ ഞരമ്പിൻ്റെ മുകളിൽ ഇറച്ചിയുണ്ട്, മാംസമുണ്ട്. അതിനു മുകളിൽ അള്ളാഹു ജിൽദ്, തൊലി കൊടുത്തിട്ടുണ്ട്. അതിനു മുകളിൽ അള്ളാഹു നൽകിയ ആദരവിൻ്റെ വസ്ത്രങ്ങളുണ്ട്. എന്നാലും അവളുടെ മുഹുസാക്ക് ഇങ്ങനെ തിളങ്ങും. ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച ഉരുളീങ്ങൾ ഏതാണോ അവരുടെ കാലിൽ നിന്ന് ഇങ്ങനെ കാണും, മറ്റുള്ളവർ കാണുന്നല്ല അതിൻ്റെ അർത്ഥം. അത്ര സൗന്ദര്യമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കാണത്? അന്യ സ്ത്രീകളെ നോക്കാത്ത, അതുപോലെ തന്നെ അന്യ സ്ത്രീകളുമായി ഈ രീതിയിൽ വ്യഭിചാരത്തിലേക്ക് പോവാത്ത, അള്ളാഹു സ്വബറാക്കാൻ പറഞ്ഞ, ഹറാമാണ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച, അള്ളാഹു അനുവദിച്ച ഇണാജീവിതത്തിലൂടെ മാത്രം തൻ്റെ ശാരീരികമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച മുത്തഖീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൽ ഉരുളീങ്ങളുടെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഈ സൗന്ദര്യവതികളെ അള്ളാഹു നൽകുന്നു. തൂബ അവർക്കുണ്ട്. എന്താണ് തൂബ? 2 രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കാണാം. ഒന്ന്, തൂബ എന്ന് പറഞ്ഞാൽ മരമാണ്. ആ മരത്തിൻ്റെ തണൽ 100 വർഷം നടന്നു നീങ്ങിയാലും മുറിയാത്ത തണലാണ്. മറ്റൊരു വ്യാഖ്യാനം, ആ മരത്തിൻ്റെ ഇലകളാൽ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രമാണ്. ആ തൂബയിൽ നിന്ന് വസ്ത്രമായി സിയാബു അഹ്ലിൽ ജന്ന, സ്വർഗക്കാർക്കുള്ള വസ്ത്രമാണ്, അത് അള്ളാഹു നൽകും. ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റക് മുത്തഖീന ഫീഹാ അലൽ അറായിക് നിഅമസ് സവാബു വഹസുനത് മുർതഫഖാ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ 31-ാമത്തെ ആയത്തായി അല്ലാഹു പറയാ, അവർക്ക് ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ, അവർക്ക് അദിൻ തോട്ടം, സ്വർഗമുണ്ട്. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടമാണ്. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, അവരെ സ്വർണത്തിൻ്റെ വളകൾ ധരിപ്പിക്കും. ആണുങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വയൽബസൂന സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റക്, പച്ചപ്പുള്ള പട്ട് വസ്ത്രങ്ങൾ. ഇസ്തബ്രക്ക് എന്ന് പറഞ്ഞാൽ പട്ടിനേക്കാൾ ഒന്നുകൂടി മുന്തിയതാണ്. രണ്ടും പട്ടിനാലുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടിനേക്കാൾ മുന്തിയ സംഗതിയായിട്ടാണ് ഇസ്തബ്രക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. മുത്തഖീന ഫീഹാ അലൽ അറായിക്, അവയെല്ലാം അണിഞ്ഞ് ചാരു കട്ടിലുകളിൽ അവരിങ്ങനെ ഇരിക്കുന്നുണ്ടാകും. നിഅമസ് സവാബു വഹസുനത് മുർതഫഖാ, അള്ളാഹുവിൻ്റെ പ്രതിഫലം എത്ര നല്ല പ്രതിഫലമാണ്. ആ പ്രതിഫലമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊതിക്കുന്നത്.
അതുപോലെ തന്നെ അവർക്കുള്ള വിരിപ്പിനെ കുറിച്ച് പറയുന്നു, മുത്തഖീന അലാ ഫുറുഷിൻ ബത്വാഇനുഹാ മിൻ ഇസ്തബ്റക്. ഈ പറയുന്ന മേത്തരം പട്ടിനാലുള്ള വിരിപ്പിൽ അവരിങ്ങനെ കഴിച്ചു കൂട്ടുന്നുണ്ടാകും. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു. ഈ ഇസ്തബ്റക് 4 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ 4 സൂറകളിലായി പ്രയോഗിക്കുന്നുണ്ട്. അവർക്കുള്ള വീടുകളും കൊട്ടാരങ്ങളും ഹൈമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കും, അതിൽ ആനന്ദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രാത്രിയും പകലുമായി 12 റക്അത്ത് റവാത്തീബ് സുന്നത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആരാണത് നിസ്കരിക്കുന്നത്? ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. അവർക്കൊരു വീട് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. ആരാണോ ദുനിയാവിൽ അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയത്, അവർക്ക് വേണ്ടി സ്വർഗത്തിലൊരു ഭവനം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു ഒരുക്കി വെച്ചു, ഭവനം ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞ ഒരുപാട് അമലുകളുണ്ട്. അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആ ഭവനം കൊതിച്ച് ചെയ്യാണ് അല്ലേ? അവർക്ക് കിട്ടണ്ടേ? ആ ഭവനം അല്ലാഹു കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ വീടുകൾ, ഹൈമകൾ, കൊട്ടാരങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണാം, പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാണാം. അങ്ങനെ ആനന്ദമുള്ള പ്രത്യേക വീടുകൾ. സ്വർണത്തിൻ്റെ ഇഷ്ടിക കൊണ്ട്, വെള്ളിയുടെ ഇഷ്ടിക കൊണ്ട് പടുത്തിട്ടുള്ള മിലാത്തുഹ, അതിനിടയിലുള്ള ചേർക്കുന്ന മിശ്രിതം കസ്തൂരിയാണ്, മിസ്കാണ്. എന്തായിരിക്കും ആ ഭവനത്തിൽ താമസിക്കാനുള്ള സൗകര്യം, ആനന്ദം. അങ്ങനെയാണ് അവിടുത്തെ കൊട്ടാരങ്ങൾ, അവിടുത്തെ വീടുകൾ. ലാകിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫുൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് കിട്ടാനുള്ളത് അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അവർക്ക് വീടുകളുണ്ട്, അതിന് മുകളിൽ വേറെ വീടുകളും. മബ്നിയ്യ, അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. കണ്ടോ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ അരുവികളെക്കുറിച്ച് പറയാം. അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗം. അങ്ങനത്തെ വീടുകളുണ്ട്. ഹൈമകളോ ലുഅ്ലുഉം മുജഫ്ഫഫ, നല്ല മുത്തുകളാൽ ഉള്ള് പൊള്ളയായിട്ടുള്ള രീതിയിലുള്ള ഹൈമകൾ, കൂടാരങ്ങൾ അവർക്ക് വേണ്ടിയുണ്ട്. സിത്തൂന മീല, വിശ്വാസം പറയാം 60 മൈലാണ് അതിൻ്റെ നീളം. ഹൂറുൻ മഖ്സൂറാത്തും ഫിൽ ഖിയാം, ഹൂർലിങ്ങൾ ആ ഹൈമകളിൽ ഇങ്ങനെ അവരെ കാത്തിരിക്കുന്ന രീതി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കത് കിട്ടണ്ടേ? അതുപോലെ ചുവന്ന പവിഴങ്ങൾ, മുത്തുകൾ, അവയെല്ലാം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭവനങ്ങൾ. ആർക്ക്? സ്വല്ലാ ബില്ലൈലി വന്നാസു നിയാം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലിമൻ അഫ്ഷുസ്സലാം ലിമൻ തുത്ഇമുത് തആം. സലാമിനെ വ്യാപിപ്പിക്കുകയും ആളുകളെ ഭക്ഷിപ്പിക്കുകയും, അതുപോലെ തന്നെ സ്വല്ലാ ബില്ലൈലി വന്നാസു നിയാം, രാത്രിയിൽ ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സുഖാനുഭൂതിയുടെ വീടുകൾ. റമദാനിൽ ഇങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കും. റമദാൻ കഴിഞ്ഞാലും ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുക. ആ ഹിദായത്തോടു കൂടി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയണം. അവർക്ക് അല്ലാഹു സ്വർഗം നൽകും, ഈ ആനന്ദങ്ങളൊക്കെ നൽകും. പ്രിയപ്പെട്ടവരെ, അഹ്ലുൽ ഖുർആനിന് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമാണത്. അതുപോലെ തന്നെ അഹ്ലുസ്സിയാം, നോമ്പുകാരന്, അഹ്ലുൽ ഖുർആൻ, അഹ്ലുൽ ഖിയാം, അഹ്ലുൽ ഇസ്സ, മതത്തിൻ്റെ പ്രതാപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമാണ്. സ്വർഗത്തിൽ 100 ദറജകൾ തന്നെ, ഒരു സ്വർഗമല്ല, ആ സ്വർഗത്തിൽ ദറജകൾ, കാറ്റഗറികൾ, പദവികൾ, 100 ദറജകൾ ഷഹീദിന് തന്നെ ഉണ്ട്. ഷഹീദ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവൻ അങ്ങ് കൊടുത്ത ആളാണ്. ശുഹദാക്കന്മാർക്ക് 100 പദവികളാണ്. ഏറ്റവും നല്ല അമൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്, ഷഹീദാവലാണ്. ആ ദറജകളിൽ ഒന്നിനും മറ്റൊന്നിനും ഇടയ്ക്ക് 2 ദറജകൾക്കിടയിൽ ആകാശഭൂമികളോളം വിശാലത. സ്വർഗം നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ, അറിഞ്ഞു വേണം കൊതിക്കാൻ. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആണുങ്ങളോടും സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോടും വാഗ്ദാനം പറയുന്നു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവിലൊഴുകുന്ന സ്വർഗത്തെ.
ഖാലിദീന ഫീഹാ, അവർ അതിൽ നിത്യവാസികളാണ്. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദിൻ, എത്ര നല്ല താമസ സൗകര്യങ്ങളാണ്, വീടുകളാണ് അതിൻ തോട്ടത്തിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി, അതാണ് ഏറ്റവും പ്രധാനം, അതവർക്ക് ലഭിക്കുന്നു. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് വമ്പിച്ച വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സ്വഹാബിമാർ വിശദീകരിക്കാൻ, ശുഹദാക്കന്മാർ അള്ളാൻ്റെ അടുക്കൽ, അർശിൻ്റെ അടുക്കൽ അവരുടെ ഹൈമകളിൽ പ്രത്യേകം സജ്ജീകരിച്ച അവസ്ഥയിലായിരിക്കും. ആ ശുഹദാക്കന്മാരെ മറ്റുള്ളവർ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് പോലെ അവരുടെ ഹൈമകൾ വേറെ തന്നെ അനുഭവിക്കാൻ കഴിയും, കാണാൻ കഴിയും. അവരല്ലാഹ് ആദരിച്ചിരിക്കുകയാണ്. നുബുവത്തിൻ്റെ പദവിയിലേക്ക് അവരെത്തിയിട്ടില്ല, നബിമാരോടൊപ്പമുണ്ട്. അത്ര വലിയ അനുഗ്രഹമാണ് അവർക്കുള്ളത് സ്വർഗത്തിലെന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സയ്യിദുൽ ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു, ശുഹദാക്കന്മാരുടെ നേതാവാരാ? ഹംസ റളിയല്ലാഹു അൻഹു. ഉഹുദ് യുദ്ധത്തിൽ നമുക്കറിയാം, ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ഷിയെ ചാട്ടുളി കൊണ്ടുവന്ന് വഹ്ഷിയോട് അതിൽ വിഷം പുരട്ടി വഹ്ഷിയോട് ഹംസയെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ് ഹിന്ദ് തയ്യാറാക്കി കൊണ്ടുവന്നു. ആ ഹിന്ദ് പിന്നീട് മുസ്ലിമായി, ഈ വഹ്ഷിയും പിന്നീട് മുസ്ലിമായി. ആ വഹ്ഷി ഹംസ റളിയല്ലാഹുവിനെ ചാട്ടുളി കൊണ്ടെറിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഹംസ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സന്ദർഭത്തിലും അന അസദുല്ലാഹ് അല്ലാഹു അഹദ് എന്ന് പറയുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ സിംഹമെന്ന്. ബദർ യുദ്ധത്തിൽ ഉത്തുബയെ വെട്ടിനുറുക്കി, അസ്വദിനെ വെട്ടിനുറുക്കി. അസ്വദാര, അസ്വദ് പങ്കെടുക്കുന്ന യുദ്ധത്തിൽ ജയിക്കാതെ വരലില്ല. ആ അസ്വദാണ് ഹൗദ് തകർക്കാൻ വന്നത്. അവനെ നേരിട്ടത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. 2 വെട്ടാണ്, ഒന്ന് കാലിനും പിന്നൊന്ന് തിരിച്ചു വെട്ടിയിട്ട് ഹൗദിലേക്ക് വീണവനെ മറച്ചു കിടത്തിയിട്ട് ഒരു വെട്ട് കഴിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹസദായിരുന്നു. ആ അസദുല്ലാ, സിംഹം, അള്ളാഹിൻ്റെ സിംഹം, ഉഹുദ് യുദ്ധത്തിൽ ഈ വഹ്ഷിയുടെ ചതിയാൽ ചാട്ടുളി കൊണ്ടു ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഞാനത് വിശദീകരിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുറേ കാളകൾ അറുക്കുന്നതായി ഞാൻ കാണുന്നുണ്ട്. ഒരു കുടം, അതിന് ഞെളുക്കം മാത്രം, വേറൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ വാളിനാണെങ്കിൽ ഒരു പൊട്ട് വരുന്നുമുണ്ട്. എന്താണെന്നറിയില്ല, ഉഹുദിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അവിടെ എത്തി അത് സംഭവിക്കുമ്പോൾ മാത്രമേ അള്ളാഹു അത് അറിയിച്ചു തരുള്ളൂ. പക്ഷെ എന്തൊക്കെയോ പ്രതീക്ഷിക്കണം, അതാണ് വഹി. ആ യുദ്ധത്തിൽ ധാരാളം സ്വഹാബിമാരെ കൊല ചെയ്യപ്പെട്ടു. കാളകൾ അറുക്കുന്നതിൻ്റെ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു. വാളിൻ്റെ പൊട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹീദാവലാണ്. ആ കുടം, കുഴപ്പമില്ലാത്ത കുടം മദീനയാണ്. മദീനയിലേക്ക് അവർ വന്ന് തകർത്തിട്ടില്ല, മദീന സംരക്ഷിക്കപ്പെട്ടു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന് കിട്ടണ്ടേ സ്വർഗം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിനരികിൽ ഖൈമകളിൽ ഉർലിങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടാൻ ഹംസ റളിയല്ലാഹു അൻഹു കഴിയും. ശുഹദാക്കന്മാർക്കൊക്കെ ആ ഉന്നതമായ പദവിയാണുള്ളത്. ഹംസ റളിയല്ലാഹുവിൻ്റെ കൂടെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. തലമറിച്ചാൽ കാല് പുറത്ത്, കാല് മറച്ചാൽ തല പുറത്ത്. ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവസാനം തലമറക്കാനും കാല് പുല്ല് വെച്ച് മറക്കാനും കഫൻ പുടവ തേഞ്ഞില്ല എന്നർത്ഥം. മിസ്കീനായി അള്ളാഹിലേക്ക് യാത്ര പോവാൻ ഷഹീദായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഷഹീദല്ലേ, ആ പദവിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉഹുദിലെ ഷഹീദാണ്. ആ സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ. ബദറിൽ ആദ്യത്തെ ഷഹീദ് മഹാനായ ഉമൈർ ഇബ്നു ഇമാം റളിയല്ലാഹു അൻഹു. ഉത്തുബക്ക് മുമ്പിൽ ഉബൈദ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി. അവർ തമ്മിൽ നല്ല പോരാട്ടം നടന്നു. രണ്ടാക്കൊപ്പം വെട്ട് കിട്ടി. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഉത്തുബയെ വെട്ടി. ഉബൈദ് റളിയല്ലാഹു അൻഹു നബിയുടെ പന്തലിൻ്റെ അടുക്കൽ കൊടുന്ന് കിടത്തി. അദ്ദേഹം അവിടെ ഷഹീദായിട്ടില്ല, കാലിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ. പിന്നെ തിരിച്ചു പോകുന്ന വഴിയിലാണ് അദ്ദേഹം ഷഹീദാകുന്നത്. ആദ്യത്തെ ഷഹീദ് ആരാന്നറിയോ? ബദറിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നീങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ, ഖൂമു ഇലൽ ജന്ന എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി ഈത്തപ്പഴവുമായി വരുന്നുണ്ട്. നബിയെ, ഞാനിത് കഴിച്ചു കഴിയുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കോ ഷഹീദായാൽ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് സൊഫിലിറങ്ങി പറഞ്ഞു അവരോട്, ഈമാനോടുകൂടി പ്രതിഫലം കൊതിച്ചുകൊണ്ട്
ശത്രുവിനെ കാണുമ്പോൾ മുന്നോട്ട് പിറകോട്ടോടാതെ ആര് യുദ്ധം ചെയ്യുന്നമോ ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവരെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. അപ്പോഴേ ഈ സ്വഹാബി ചോദിക്കണം, നബിയെ ഞാൻ ഇങ്ങനെയാണെങ്കിൽ കിട്ടുമോ? നബി പറഞ്ഞു കിട്ടും. അദ്ദേഹം അത് വലിച്ചെറിഞ്ഞ് യുദ്ധത്തിലേക്ക് ഇറങ്ങി. സ്വഹാബിമാർ പറയും ആരാ വെട്ടിയെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ പാറുന്നുണ്ടായിരുന്നു. ബദർ യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദ് ചെറുപ്പക്കാരനാണ്, ഉമൈർ ഇബ്നു ഹിമാം. കിട്ടണ്ടേ സ്വർഗം? അള്ളാഹു പറഞ്ഞ ഈ പദവി 100 ദറജകളുള്ള ഷഹീദിൻ്റെ പദവിയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഔഫ് ഇബ്നു മുഅവ്വിദ് അബൂജഹലിനെ വെട്ടിയവനാണ്. അഫ്രാബിയുടെ 2 മക്കൾ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരുമിച്ച് മുന്നേറാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ മുന്നേറാൻ നിൽക്കുമ്പോൾ ഓമസനി ഷാബൻ, വലതു ഭാഗത്തുനിന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തോണ്ടുണ്ട്. ഐന അബൂജഹൽ, അബൂജഹൽ അവിടെ. അപ്പം ഞാൻ ചോദിച്ചു, നീ ചോദിക്കുന്ന ചില്ലറക്കാരനല്ലല്ലോ, റഅ്സുൽ കുഫാറിനെയുള്ളോ, കുഫാറുകളിൽ നേതാവിനെയുള്ളോ നീ ചോദിക്കണം, എന്താ മോനെ നിനക്ക് ചെയ്യാൻ കഴിയുക? ചെറിയ കുട്ടിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അമ്മ നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെ ചീത്ത പറയുന്നുണ്ട് അവൻ, ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവനൊന്ന് കാണിച്ചെന്നാൽ മതി, ഞങ്ങൾ അൻസാറുകളല്ലേ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അവനെ ഒന്ന് കാണിച്ചെന്നാൽ മതി. ആ കുട്ടി കച്ചടക്കം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒമസനി ഷാബൻ അൻഷിമാലി, ഇടതുഭാഗത്ത് വേറെ ചെറുപ്പക്കാരൻ, ഓനും പറയണത് തന്നെ. അപ്പോൾ ആ കുട്ടി കച്ചടക്കം കൊടുക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഔഫും മുഅവ്വിദും ഞങ്ങൾ 2 പേരും ഒരു ഉമ്മയുടെ മക്കളാണ്, ഏട്ടനും അഞ്ചനാണ്. ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് അവസരം കിട്ടിയാൽ അവൻ്റെ കഥ ഞങ്ങൾ കഴിക്കുന്നു തീരുമാനിച്ചു വന്ന അമ്മാനോട് ബയ്യത്ത് ചെയ്ത് വന്നാണ്, അതുകൊണ്ടൊന്ന് കാണിച്ചെന്നാൽ മതി, നിങ്ങൾ ബാക്കി ഞങ്ങൾ കാണിച്ചുതരാം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മനസ്സിലായി ഈ കുട്ടിയുടെ വീര്യം. അദ്ദേഹം ഇങ്ങനെ തോളിലേറ്റിട്ട് കാണിച്ചു കൊടുത്തു, ദാ ഹാദാ സാഹിബക്കുമാ, നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഇന്നവൻ, ദാ ഇന്ന അടയാളമുള്ള ഇന്നവനാണ്. അവർ 2 പേരും അള്ളാഹിൻ്റെ മാർഗത്തിൽ മുന്നേറി. 2 പേരും ഒന്നിച്ചു വെട്ടി. അബൂജഹലിൻ്റെ പെരടിക്ക് വെട്ടി. അബൂജഹൽ വീണു. അബൂജഹൽ സിർല് കാളി വീണു. അവൻ്റെ രക്തം ചിന്നാൻ തുടങ്ങി. ഈ കുട്ടികളിങ്ങനെ 2 വാളിലും ചോരയാക്കിയിട്ട് നബീൻ്റെ അടുക്കലേക്ക് വന്നു, നബിയെ ഞാൻ അബൂജഹലിനെ കൊന്നു. ജ്യേഷ്ഠനഞ്ചനും പറയാൻ, അല്ല നബിയെ ഞാനാണ്, അല്ല നബിയെ ഞാനാണ്. നബി നോക്കിയിട്ട് വാൾ നോക്കിയിട്ട് പറഞ്ഞു, കിലാക്കുമാ കത്തല, നിങ്ങൾ 2 പേരും കൂടി കൊന്നത്. നബിക്ക് വിശ്വാസം വരുന്നില്ല. നബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒന്ന് പോയി നോക്ക് ശരിയാണോ എന്ന്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നപ്പോൾ ഓനിങ്ങനെ അന്ത്യശ്വാസം വലിക്കുക. അവൻ്റെ നെഞ്ചത്ത് കയറി നിന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ പരാജയപ്പെട്ട് കിടക്കുന്നവനെ അതിജയിക്കാൻ ആരോടോ വന്ന്, അപ്പോഴും കിബിറിൽ മാറ്റല്ല. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടിയാണ് ഞാൻ ഈ കയറി നിൽക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ കഅബാലയത്തിങ്കൽ ഉച്ചത്തിൽ ഓതിയതിൻ്റെ പേരിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് പരിക്ക് പറ്റിച്ചിട്ടുണ്ട്. അബൂജഹൽ ചെവിക്കോട്ടിട്ടിട്ടുണ്ട്. അതിന് പകരം അള്ളാഹു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ അബൂജഹൽ ചോദിക്കുന്നുണ്ട്, ആട്ടിടയൻ്റെ മകനോ, പരിഹസിക്കുന്നുണ്ട് ആ മരിക്കണ സമയത്തും. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ തലക്ക് ഇങ്ങനെ ചവിട്ടിയിട്ടാണ് നീക്കി കൊടുത്തു. വാളുകൊണ്ട് വെട്ടുകിട്ടി 2ആയി കിടക്കുന്ന, എന്നാൽ വേറിട്ടിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാലുകൊണ്ട് ചവിട്ടി അങ്ങോട്ട് വേറാക്കി. കഴിഞ്ഞു എൻ്റെ കഥ. നബിക്കണ്ട് ഇട്ടുകൊടുത്തു, തല എറിഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖ വഅദഹ വനസറ അബ്ദഹ വഹസമൽ അഹ്സാബ വഹദഹ. അല്ലാഹു വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. ഫിർഔനു ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔനാണ്. അവൻ്റെ തല കണ്ടില്ലേ, നിങ്ങൾ കിടക്കണ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ സന്തോഷമായി. അതൊരു വാഗ്ദാനമായിരുന്നു, അവൻ്റെ കുടുംബക്ക് ബദറിൽ വെച്ച് പിടിക്കുന്നുള്ളത്. അതോടെ നടന്നു. ഞാൻ പറയുന്നത്, ഈ ചെറിയ കുട്ടികളിൽ 2 കുട്ടികളിൽ ഏട്ടനും അഞ്ചനിൽ ഏറ്റവും ചെറിയവൻ്റെ വെട്ടാണ് കൊണ്ടത്. അപ്പോൾ ഇക്രിമ വാപ്പാനെ വെട്ടിയോനെ വിടില്ലാന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഈ ചെറിയ കുട്ടിയുടെ കൈക്ക് വെട്ടി കിട്ടി. ഒരു ഞരമ്പിലിങ്ങനെ തൂങ്ങാൻ ആ കൈപ്പത്തി. ആ കുട്ടിക്ക് വീണ്ടും യുദ്ധം ചെയ്യാൻ ഈ കൈപ്പത്തി തടസ്സമായപ്പോൾ 2 കാലുകൾ പൊക്കി അതിലേക്ക് കൈപ്പത്തി വെച്ച് അമർത്തിയിട്ട് ആ കൈപ്പത്തി വേണ്ടെന്ന് വെച്ചിട്ട് മുന്നേറിയിരുന്നു. അപ്പോഴാണ് ഷഹീദാവുന്നത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. കിട്ടണ്ടേ സ്വർഗം? ഈ പറഞ്ഞ 100 ദർജകൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായ മഹാരഥന്മാർ. യുദ്ധത്തിൽ മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇമാമ് നിൽക്കുമ്പോൾ കുത്തുകുട്ടി ഷഹീദായതാണ്. കിട്ടണ്ടേ സ്വർഗം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ മേൽക്കൂരയിലൂടെ കയറിയിട്ട് കടാര കയറ്റി. ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം എന്ന ആയത്താണ് അദ്ദേഹം ഓതി എത്തിയിട്ടുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ
അവരെ കാര്യം ഏറ്റെടുക്കാൻ അല്ല മതി. നോക്കി നിങ്ങൾ, അദ്ദേഹം ഓതി എത്തിയ പേജ്, രക്തം കലർന്നു നിൽക്കുന്ന മുസഹഫ് നെഞ്ഞിലേക്ക് വീഴുമ്പോൾ ആ രക്തമായ ഭാഗം അതായിരുന്നു എന്ന് സ്വഹാബിമാർ രേഖപ്പെടുത്തുകയാണ്. അലി റളിയല്ലാഹു അൻഹു അറിയാം ഈ ഫിത്ന കൊലപാതകത്തിലേക്ക് എത്തുമെന്ന്. അദ്ദേഹം പറയുന്നുണ്ട് ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്, ഇവിടെ സ്വഹാബിമാരെ ഭിന്നിപ്പിക്കുന്നതും ഫിത്നയുണ്ടാക്കുന്നത് ആരാന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഖലീഫ എന്നുള്ള നിങ്ങൾ അനുവാദം തരികയാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യാം. ഉസ്മാൻ റളിയല്ലാഹു പറയുന്നുണ്ട്, ഹറമിൽ രക്തം ചിന്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനവറുകൾ പറയണം, എങ്കിൽ നിങ്ങളെ കൊല്ലുന്നത് കാണാൻ അലിക്കും കഴിയില്ല. അലി മദീന വിട്ടു പോവാണ്. അലി റളിയല്ലാഹുവിനെ വിട്ട് താമസിക്കുമ്പോൾ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉസ്മാൻ്റെ വാതിൽക്ക് തന്നെ ഉണ്ടാവണം. ഒരാൾ എന്തെങ്കിലും പോകണം, മറ്റാൾ ഇവിടെ ഉണ്ടാവണം. രണ്ടാളും കൂടി പോണ പരിപാടി പാടില്ല. വാപ്പ മക്കളെ ഉപദേശിച്ചേൽപ്പിച്ചിട്ടാണ് പോണേ. പക്ഷെ ആ മക്കൾ കാണാതെ മേൽക്കൂരയിലേക്ക് ഇറങ്ങി. അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുത്തുകിട്ടി ഷഹീദാവുക എന്നുള്ള വിവരം കേട്ടിട്ട് വരുമ്പോൾ ആദ്യം ഈ മക്കളെ പിടിച്ചടിക്കണം. ഞങ്ങളിവിടെ നിർത്തിയല്ലായിരുന്നില്ലേ വാപ്പ, ഞങ്ങളിവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ അറിഞ്ഞില്ല, മേൽക്കൂരയിലൂടെ ചാടിയിട്ടാണ് അത് സംഭവിച്ചത് എന്നാണ്. നോമ്പുകാരനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നഇല എന്ന് പറയുന്ന ഭാര്യ വെള്ളം കൊടുക്കുന്നുണ്ട് രക്തം ഇങ്ങനെ പോകുമ്പോൾ. എനിക്ക് അല്ലാഹുവിൻ്റെ സൽക്കാരം വേണം. അതും നോമ്പാണ് പ്രിയപ്പെട്ടവരെ. നമ്മളും നോമ്പിലാണ്. നമ്മളിപ്പോൾ ചൂടൊക്കെ ആയപ്പോൾ ഓ ചൂടോ എന്നറിയാം. എന്ത് ചൂട്! ഫലസ്തീനികളുടെ നോമ്പ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ബദറിലേക്ക് നോമ്പോടുകൂടി യാത്ര ചെയ്തത് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മളൊന്നും അതിൻ്റെ അടുക്കലേക്ക് എത്തുകയില്ല. അള്ളാഹു നമ്മുടെ ചൂടിനും വേർപ്പിനും പ്രയാസത്തിനും അർഹമായ പ്രതിഫലം നൽകട്ടെ. പക്ഷേ ഇതൊന്നുമല്ല, ത്യാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകും. ആ പറഞ്ഞ 100 ദറജകൾ പ്രിയപ്പെട്ടവരെ ശുഹദാക്കന്മാർക്കുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിചാരണ കണക്കില്ലാതെ പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞ കുറേ അമലുണ്ട്. അതിൽപ്പെട്ടാണ് സബറും നോമ്പൊക്കെ. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ കിട്ടുന്ന പ്രതിഫലം അത് സ്വർഗത്തിലുണ്ട്. അതുപോലെ തന്നെ ബൈത്തുൽ ഹംദ് പ്രത്യേക ഭവനമാണ്. ആർക്കാണ്? ഇഷ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു പോകുമ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ കഴിയുന്ന ആൾക്കാർക്ക് ഭയങ്കര ദർജയാണ്. അപ്പോൾ എല്ലാ ഈമാനും നഷ്ടപ്പെട്ട് അള്ളാഹനെ പുറത്തൊക്കെ സംസാരിക്കും. പാടില്ല. നന്നായി ക്ഷമിക്കാൻ കഴിയണം. ഉറ്റവരും ഉടയവരും ഇഷ്ടപ്പെട്ടവരും മരിച്ചു പോകുമ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാനിത് ക്ഷമിക്കുന്നതിലൂടെ എനിക്ക് ബൈത്തുൽ ഹംദ് കിട്ടുമല്ലോ. അവർക്കതുണ്ട്. അത് സ്വർഗത്തിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഉറക്കമില്ല, മരണമില്ല, ആനന്ദം മാത്രമാണ്. മക്കൾ മരിച്ച ആൾക്കാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സാറാബി അവിടെ നിന്ന് ഇങ്ങനെ ആ മക്കളെ ഏൽപ്പിക്കും. നിങ്ങളെ കുട്ടി ഇതാ. ആ കുട്ടികൾ ഇവരുടെ വസ്ത്രം ഇങ്ങനെ പിടിച്ച് വലിക്കും. റബ്ബേ ഇതിൻ്റെ ഉപ്പയാണ്, റബ്ബേ ഇതിൻ്റെ ഉമ്മയാണ്, ഇവരെ പുറത്തു കൊടുക്ക്, സ്വർഗത്തിലാക്ക്. കുട്ടികൾ മരിച്ചു പോയവർ മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ, പ്രതീക്ഷയുടെ വകുപ്പാണത്. അവരെ സ്വർഗത്തിലേക്ക് ഈ മക്കൾ പറയുന്നത് കാരണം കൊണ്ടുപോകും. അഹ്ലുൽ ഈമാനും അഹ്ലു തഖ്വയുടെ ആളുകളാണെങ്കിൽ അവർക്ക് പ്രത്യേകമായ ഭവനമുണ്ട്. ഓർലിങ്ങൾ ഞാൻ വിശദീകരിച്ചല്ലോ, അവരുണ്ട്. ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫഹും ഫീ റൗദത്തിൻ യുഹ്ബറൂൻ. അവരിങ്ങനെ തോട്ടങ്ങളിൽ ചിരിച്ച്, അതായത് അള്ളാഹു നിശ്ചയിച്ച ഇണയുടെ മുഖം നോക്കി ചിരിച്ചിങ്ങനെ അവരെ സ്വീകരിക്കുമെന്നാണ്. അവരുടെ ജമാലും ഹസനും റായത്തും മന്ദറും അങ്ങേയറ്റം ഉഷാറാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക നിർമ്മിതിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫജഅൽനാഹുന്ന അബ്കാറ, എല്ലാം കന്യകളാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ, അവർക്ക് പരിശുദ്ധകളായ സ്ത്രീകളുണ്ട്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറയാണ്, അത് ദുനിയാവിലെ നമ്മുടെ ഇണകളാണ്. നമ്മുടെ കൂടെ കിടന്ന നമ്മുടെ ഭാര്യമാരില്ലേ, അവർ മുത്തഖീങ്ങളാണെങ്കിൽ, അമലു സ്വാലിഹാത്തുകളുള്ളവളാണെങ്കിൽ, സ്വർഗ്ഗക്കാരാണെങ്കിൽ നമ്മുടെ ഇണകളാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ചില ആൾക്കാരുടെ മുഖം വലിയ സുഖമില്ല, ഇനിയിപ്പോൾ അവളെ തന്നെ അവിടെ അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ മോശ സ്വഭാവവും എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സംഗതി അതന്നെ, പക്ഷെ ഉഷാറായിട്ടുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് ഊർലിങ്ങളെക്കാൾ ഭംഗിയും നല്ല സ്വഭാവമുള്ളവരാണെന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളി റമദാനിൽ, എൻ്റെ അവളെ എനിക്ക് എൻ്റെ ഇണയായി സ്വർഗത്തിൽ നൽകണേ. ഇതേ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ഭാര്യമാരും പ്രാർത്ഥിക്കുക.
സംഗതി മൂപ്പരന്നെ, പക്ഷെ ഹൃദയമൊക്കെ മാറിയിട്ടുണ്ട്. അള്ളാഹു മാറ്റിമറിച്ചിട്ടുണ്ട്. അങ്ങനെ കുടുംബസമേതം സ്വർഗത്തിലെത്താൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ. അള്ളാഹു എന്താണ് നമ്മളെ കൺകുളിർപ്പിക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചതെന്ന് നമുക്കാർക്കറിയില്ല. അതേ ഇണയെ നല്ല അലങ്കാരമുള്ള പെണ്ണായി ഇങ്ങോട്ട് നൽകുമ്പോൾ എന്തൊരു റബ്ബ് നൽകുന്ന രീതി നോക്കി നിങ്ങൾ. അതേ ഭർത്താവിനെ സുന്ദരനായി നല്ല സ്വഭാവമുള്ളവനായി സ്വർഗത്തിൽ ഇണയായി നൽകുമ്പോൾ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച ഓരോ രഹസ്യങ്ങൾ നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വർഗമാണ് ഈ സ്വർഗം. ആ ഇണകളെക്കുറിച്ച് പറയും മുത്തഹറാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധകളെന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ നമ്മുടെ ഭാര്യമാർക്ക് ഹൈലുണ്ട്, നിഫാസുണ്ട്, വിയർപ്പുണ്ട്, മൂക്കട്ടയുണ്ട്, ജലദോഷമുണ്ട്, കാട്ടിക്കലുണ്ട്, മൂത്രമുണ്ട്. ഇതൊന്നും നാളെ പരലോകത്ത് അതേ ഇണകൾ അള്ളാഹു നൽകുമ്പോൾ അവർക്ക് ഉണ്ടാവില്ല. മുത്തഹറാത്ത്, പരിശുദ്ധകളായിരിക്കും. അതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓതി വച്ച ആയത്തിൻ്റെ ആശയം പറഞ്ഞ് അവസാനിപ്പിക്കാം. വമൻ യുത്ഇല്ലാഹ വർ-റസൂൽ, ആര് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുവോ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അവർ നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലായിരിക്കും. വഹസുന ഉലൈക റഫീഖാ. ആ സ്വർഗത്തിലെ കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാർ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കണ്ടേ നമുക്ക് സ്വർഗത്തിൽ, ആദം നബിയെ നിങ്ങൾ ഞങ്ങളുടെ ഉപ്പല്ലേ, നിങ്ങൾ സ്വർഗത്തുനിന്ന് പുറത്തായ കഥ, പിന്നെ ഭൂമിയിൽ വന്ന കഥ, ഹവ്വാഇനെ കണ്ടുമുട്ടിയ കഥ, ഹവ്വാ വഫാത്തായ കഥ, നിങ്ങളുടെ മക്കളുടെ കഥ ഒക്കെ ചോദിച്ചറിയണ്ടേ. അതിനുശേഷം നൂഹ് നബിയോട് ഉണ്ടാക്കിയ കപ്പലും അതിലേക്ക് കയറിയവരും രക്ഷപ്പെട്ടതും ഒക്കെ ചോദിച്ചറിയണ്ടേ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ റബ്ബിലേക്ക് ഉയർത്തിയതും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും അള്ളാഹു രക്ഷപ്പെടുത്തിയതും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഫിറോൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിന്നതിനെക്കുറിച്ചും ആ പരീക്ഷണങ്ങളിൽ അതിജയിച്ചതിനെക്കുറിച്ചൊക്കെ ചോദിക്കണ്ടേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ആ പ്രവാചകൻ്റെ അനുചരന്മാരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത അച്ചടക്കവും സ്വർഗത്തെക്കുറിച്ച് കൊതിപ്പിച്ചതും നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തിയതും, ആ സ്വർഗത്തിലേക്ക് പ്രവാചകൻ്റെ അനുയായികൾ വന്നപ്പോൾ അതെല്ലാം കണ്ട് അവരുടെ കൂടെ സന്തോഷിക്കണ്ടേ. അത് കിട്ടും. വമൻ യുത്ഇല്ലാഹ വർ-റസൂൽ, ആര് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവർക്ക് കിട്ടും. അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, ഷിർക്കിലേക്ക് പോയാൽ, കുഫറിലേക്ക് പോയാൽ, ബിദ്അത്തുകളിലേക്ക് പോയാൽ കിട്ടില്ല. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ ഇൽമുകൾ നേടി അതിൽ സ്ഥിരമായി ഒതുങ്ങി നിൽക്കുന്ന നല്ലവരാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ ഗഫൂറും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹുരുടെ ഈമാൻ അനുസരിച്ച് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിലെ എല്ലാ ഖൈറും ബറക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം നമുക്ക് അള്ളാഹു ഈ റമദാനിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. آمين آمين برحمتك يا أرحم الراحمين.